അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ലോഡിംഗ് വിൻമിൽ ബ്ലേഡ്സ്. ഏത് നമ്മുടെ കാറ്റാടി യന്ത്രത്തിന്റെ ചിറകില്ലേ, അഥവാ ലീഫ്. അപ്പൊ ഇതാണ് ഒരു വിൻമിൽ ബ്ലേഡ്. ഇതിന്റെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്താണെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകണം ഗൈസ്, അത്ര വലുതാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇത് ഗുജറാത്തിൽ കാൺട്ല എന്ന് പറഞ്ഞ പോർട്ടിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് ചെയ്യണത്. എന്നിട്ട് നേരെ നമ്മൾ അമേരിക്കയിൽ പോട്ടെ. അപ്പൊ 4 ബ്ലേഡ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ 54 ബ്ലേഡ് നമ്മൾ ലോഡ് ചെയ്യൂട്ടോ. അപ്പൊ ഓരോ ബ്ലേഡ് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരട്ടോ. വണ്ടിയൊന്നും പറയാൻ പറ്റില്ല, ഒരു മിനി ട്രെയിൻ അത്ര വലിയ വണ്ടിയിലാണ് ഇത് കൊണ്ടുവരണത്. അത്ര ഭീമൻ സാധനം ആയതുകൊണ്ടേ. ഇതിന്റെ ഒരു എൻഡില് മീനിന്റെ മുള്ളു പോലൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മുകളിൽ പിന്നെ ആരോസ് പോലെയും ഓരോന്നിനും ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ബ്ലേഡ് ലോഡ് ചെയ്യണം. ഒരെണ്ണം 75 മീറ്ററിന്റെ ഒരെണ്ണം 65 മീറ്ററിനും. അപ്പൊ രാപ്പകല്ലാണ്ട് ലോഡിങ് കേട്ടോ. ഒരെണ്ണം വെച്ചപ്പനെ വെൽഡർമാർ വെൽഡ് ചെയ്യും. 10-40 വെൽഡർമാർ ഓൺ ബോർഡ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഒരു സൈഡിൽ ലോഡിങ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ കപ്പൽ നേരെ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ 1 സൈഡ് ഫുള്ള് ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇനി ഇപ്പുറത്തെ സൈഡിൽ കൂടി മൊത്തം ലോഡ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഈ ഫ്രണ്ടിൽ വേറൊരു കപ്പൽ കരക്കടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്പല് വളയ്ക്കണ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടെന്നുകൊണ്ട് ഇവർക്ക് ഈ വണ്ടി വളയ്ക്കണം. അത്ര വലിയ വണ്ടിയെ കാരണേ അത്ര വലിയ ബ്ലേഡാണല്ലോ കൊണ്ടുവരണത്. അപ്പൊ ഇതിന്റെ കെർവ്സ് ഒക്കെ നല്ല സെക്സി കെർവ്സ് ആയിട്ടോ. നല്ല ഫിനിഷിങ്ങോടെ ഒരു വിൻമിൽ ബ്ലേഡ് ഒക്കെ പണിതിരിക്കുന്നത്. എല്ലാ ബ്ലേഡിന്റെ ഒരു അറ്റത്ത് ഇങ്ങനെ ബ്ലാക്ക് കളറിലൊരു ഓപ്പണിംഗ് കൺസേൺ ഇട്ട് ആൾക്കാർക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നിന്റെ മീത് അടുത്തായിട്ട് അങ്ങനെ 4 നിലകളിലായിട്ട് നമ്മൾ വിൻമിൽ ബ്ലേഡ് ലോഡ് ചെയ്യണം. 3 നില കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പലിന്റെ ക്രെയിനെ പറ്റാണ്ട്. ഇപ്പൊ ഡൈനോസർ പോലുള്ള വലിയ കരയുന്ന ക്രെയിൻ കൊണ്ടിട്ടാണ് നമ്മുടെ കപ്പലിൽ 4ാം നില ലോഡ് ചെയ്യണം. നമ്മുടെ കപ്പലിൽ തൊട്ടുമുള്ള കപ്പല് ഡിസ്ചാർജ് ലോക്സ് ആട്ടോ, മരം പുഷ്പ സെറ്റപ്പ്. അങ്ങനെ അവസാനത്തെ ബ്ലേഡും അവർ നമ്മുടെ കപ്പലിലോട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ ലോഡിങ് മൊത്തം കഴിഞ്ഞു. 2.5 ദിവസം കൊണ്ട് അവർ മൊത്തം ലോഡിങ് തീർത്തു. അങ്ങനെ നമ്മൾ റെഡി ആയി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലോട്ട്. 23,000 കിലോമീറ്ററാണ് നമുക്ക് മൊത്തം അമേരിക്കയിലേക്കുള്ളത്. ഏകദേശം 40 ദിവസം സെയിലിംഗ് ആണ്. അപ്പോ ഇതാണ് ഗൈസ് ബ്രിഡ്ജ്. ഇവിടെ നിന്നിട്ട് നമ്മൾ കപ്പലിനെ നാവിഗേഷൻ ചെയ്യുക, അതായത് കപ്പലിനെ നിയന്ത്രിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. അപ്പൊ ലോഡിങ് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിൽ നേരെ മുന്നിലുള്ള നമുക്ക് കാണാൻ പറ്റില്ല, അത്ര ഹൈറ്റിൽ ലോഡ് ചെയ്താണ്. സൈഡിലുള്ളത് കാണാം കേട്ടോ. അപ്പൊ ഫ്രണ്ടിലുള്ളത് കാണാൻ വേണ്ടി മുകളിൽ CCTV ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് 2 ഡിസ്പ്ലേ തന്നില്ല. അപ്പൊ ഇതുകൂടെ നമ്മൾ കപ്പലിന്റെ ഫ്രണ്ടിലുള്ള സാധനങ്ങൾ കാണാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ റൂട്ട് എന്ന് വെച്ചാൽ നേരെ ഇന്ത്യയിൽ നിന്ന് അടിക്കായിരുന്നു. അപ്പോൾ അവിടെ സൊമാലി ഉണ്ട്. സൊമാലിന്റെ അടുത്തോടെ പോകാൻ പറ്റില്ല, ഭയങ്കര റിസ്ക് ആണ്. അങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് നേരെ മഡഗാസ്കറിന്റെ സൈഡിലൂടെ പോയിട്ട് സൗത്ത് ആഫ്രിക്കന്റെ അടി കൂടെ കയറി നേരെ അറ്റ്ലാന്റിക് ഓഷനിൽ കയറും. അവിടെ നമ്മൾ നേരെ സൗത്ത് അമേരിക്കന്റെ സൈഡിൽ കൂടെ കയറി പോയിട്ട് അമേരിക്കയിലെത്തും. അതാണ് നമ്മുടെ റൂട്ട്. ഈ സൊമാലിന്റെ അടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ കപ്പലിൽ നല്ല പ്രിക്കോഷൻ തീർക്കട്ടെ. കാരണം ഒരു ഹൈ റിസ്ക് ഏരിയ, അവിടെ മൊത്തം കടൽ കൊള്ളക്കാരെ, ഏത് പൈറേറ്റ്സ്. അപ്പൊ അവരിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കപ്പലിൽ ചുറ്റും മുള്ളുവേലി കെട്ടുട്ടോ, റേസർ വയർ എന്ന് പറയാം. അതുപോലെ ഒരുപാട് വേറെ പ്രിക്കോഷൻസ് തീർക്കട്ടോ. അങ്ങനെ ബാക്കിൽ ഡമ്മൊക്കെ വയ്ക്കും നമ്മൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഇന്ത്യൻ ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഒക്കെ കടന്നു പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വിൻമിൽ ബ്ലേഡിനും നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് ചെയിൻസ് ഒക്കെ വെച്ചിട്ട് നിലത്ത് കൊണ്ട് പോയിരുന്നല്ലോ. അപ്പൊ ഈ വിൻമിൽ ബ്ലേഡിന്റെ ഇവിടെ നടക്കുമ്പോൾ ശരിക്കും ഒരു ഓവർ ബ്രിഡ്ജിന്റെ ഇവിടെ നടന്നു പോകണ ഫീൽ ആട്ടോ. എന്തായാലും ഡെക്രോന് ഇനി വെയിലും മഴയൊന്നും കൊള്ളേണ്ട അടിയിൽ നിന്ന് പണിയെടുക്കാം. അപ്പൊ ഇനി അടുത്തൊരു 40 ദിവസം എനിക്ക് ഈ നീലാകാശം ഈ നീലക്കടലും മാത്രം കാണുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.